അങ്കമാലി നഗരസഭാ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ശ്രീ ടി.വൈ. ഏലിയാസ് അവർ, 15-ാം വാർഡിൻ്റെ കൗൺസിലർ ലതിക, ഈ പ്രദേശത്തെ ബ്രാഞ്ച് സെക്രട്ടറിമാർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാർ, ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മറ്റൂർ എയർപോർട്ട് കരിയാട് റോഡ്, ഈ റോഡ് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമല്ലാതായി തീർന്നിട്ട് ഏകദേശം 1 വർഷത്തോളം ആവാറായി. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡാണ് എയർപോർട്ട് റോഡ്. ഈ റോഡിൽ PWD ഈ റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ ഒരു പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കുഴിയെടുക്കുകയും ആ പൈപ്പ് ലൈനുകൾ ഈ മറ്റൂർ കാസൂർ റോഡിലേക്ക് പോവുകയുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇവിടെ ആദ്യം തന്നെ കുഴി വന്നത്. നമ്മൾ പല പ്രാവശ്യം കുഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് PWD ഓഫീസിലേക്ക് പറയുകയും അവിടെ നമ്മൾ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ ധർണ നടത്തുകയും പല പ്രാവശ്യം നമ്മൾ ഇതിനെ സമരമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോഴെല്ലാം PWDയുടെ ഭാഗത്ത് നിന്ന് മുഖം തിരിച്ച സമീപനമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു 2-3 മാസം മുമ്പ് ഇതുപോലെ ഇതിലും കൂടുതൽ കുഴിയായിട്ട് ഇവിടെ കിടന്ന സമയത്ത് നമ്മൾ നിരന്തരമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ക്ലോസ് ചെയ്തുകൊണ്ട്, നിങ്ങൾക്ക് കൂടെ നോക്കിയാൽ കാണാം, ക്ലോസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു അവരെ ഫില്ല് ചെയ്തിട്ട് പോയുണ്ടായി. എന്നാൽ ആ ചെയ്തിട്ട് പോയത് ശരിക്കും നിരപ്പായിട്ട് നേരെയായിട്ടുള്ള രീതിയിലായിരുന്നില്ല. അത് ഒരു മല കൂട്ടി വെക്കുന്നത് പോലെ കുന്നു കൂട്ടി വെച്ചുകൊണ്ടാണ് അവരവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോയത്. ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളും വാഹനങ്ങളും പോകുന്ന റോഡാണ് എയർപോർട്ട് റോഡ്. എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകൾ ഏറ്റവും സമയം കൈപിടിച്ചുകൊണ്ട് പോകുന്ന ആളുകളാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. അവർക്ക് അവരുടെ യാത്ര വളരെയധികം ദുഷ്കരമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളിവിടെ പ്രതിഷേധം നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മളിവിടെ പ്രതിഷേധം നടത്തിയിരുന്നു. ഇതുപോലെ ജനപങ്കാളിത്തത്തോടുകൂടി നമ്മളിവിടെ പ്രതിഷേധ യോഗം നടത്തുന്നു. ഇനി വരുന്ന ദിവസങ്ങളിലും പ്രതിഷേധം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഈ റോഡ് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാകുന്ന രീതിയിൽ ആകുന്നത് വരെയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം തുടരും. ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്കമാലി നഗരസഭയുടെ പ്രതിപക്ഷ നേതാവും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവുമായിട്ടുള്ള ശ്രീ ടി.വൈ. ഏലിയാസിനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി. പ്രതിഷേധ സമരത്തിന്റെ അധ്യക്ഷ, അങ്കമാലി നഗരസഭയുടെ വിദ്യാഭ്യാസ കലാകായികാരി സ്ഥലസമിതി അധ്യക്ഷ ശ്രീ ബിരിത ദിലീപ്, പങ്കെടുക്കുന്ന പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശ്രീ ടിജോ കർവാസി, രാഹുൽ രാമചന്ദ്രൻ, നഗരസഭാ കൗൺസിലർ ലതിക രാജൻ, ബ്രാഞ്ച് സെക്രട്ടറിമാരായിട്ടുള്ള PJ മനോഹരൻ, DK രാജൻ, ബൈജു ആന്റണി ഉൾപ്പെടെയുള്ള ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ നേതാവ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട രജീഷ് കുമാർ ഉൾപ്പെടെ പ്രിയപ്പെട്ടവരെ സ്നേഹം നിറഞ്ഞ നാട്ടുകാർ, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് കിഴക്കൻ മേഖലകളിൽ നിന്നും എത്തിച്ചേരുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് മറ്റൂർ കരിയാട് റോഡ്. ഈ റോഡ് ചെത്തിക്കോട് NSSൻ്റെ ഭാഗത്തും നായത്തോട് സൗത്ത് ജംഗ്ഷനിലും മറ്റൂർ ജംഗ്ഷനിലും ഉൾപ്പെടെ സഞ്ചാരയോഗ്യമല്ലാതായിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. ഇവിടെ ജലവകുപ്പ് പൈപ്പ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് റോഡ് കുത്തിപ്പൊളിച്ചതിനെ തുടർന്നാണ് റോഡ് ഇത്രയും മോശമായി തീർന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് റോഡ് ഇതുപോലെ വളരെ മോശമായി കിടന്നപ്പോൾ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിന് ഇവിടുത്തെ ജനപ്രതിനിധികളെല്ലാം ചേർന്നുകൊണ്ട് ഓൺലൈൻ വഴി, ഇമെയിൽ വഴി ഒരു പരാതി അയക്കുകയും അതേ തുടർന്ന് ഇവിടെ കട്ട വിരിച്ച് റോഡ് വളരെ മനോഹരമാക്കിയതാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജലവകുപ്പ് പൈപ്പ് സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത് കുത്തിപ്പൊളിച്ചിട്ടുള്ളത്. ഇത് ആര് ശരിയാക്കും, എങ്ങനെ ശരിയാക്കുന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ധാരണയോ വ്യക്തതയോ ഇല്ലാത്ത വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ജോലി ചെയ്യുന്ന നിരവധി സ്ത്രീകൾ ഉൾപ്പെടെ രാത്രി പകൽ വ്യത്യാസമില്ലാതെ ഇതിലൂടെ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. അവർക്കൊന്നും യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്തൊരവസ്ഥയാണ്. കൊച്ചുമക്കൾ ഉൾപ്പെടെ സൈക്കിളിലും മറ്റും സ്കൂളിൽ പോകുന്ന നിരവധി കുട്ടികളുണ്ട്. നിരവധി വാഹനങ്ങളാണ് ഒരു മിനിറ്റിൽ ഇതിലൂടെ കടന്നു പോകുന്നത്. ബൈപ്പാസ് പോലെ അതല്ലെങ്കിൽ ഹൈവേ പോലെയുള്ള പ്രധാനപ്പെട്ട റോഡുകളിൽ വാഹനങ്ങൾ കീറിപ്പാഞ്ഞിൽ കൂടുതൽ വാഹനങ്ങളാണ് ഇതിനെ ഓരോ നിമിഷവും കടന്നു പോകുന്നത്. ഈ റോഡിൻ്റെ പ്രാധാന്യം എന്ത് എന്നത് സംബന്ധിച്ച് ഇവിടെ തന്നെ നമുക്ക് കൂടുതൽ തന്നെ മനസ്സിലാവും. ഒരു റോഡ് ക്രോസ് ചെയ്ത് നടന്നു പോകും പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു മിനിറ്റ് പോലും ഗ്യാപ്പില്ലാതെയാണ് വാഹനങ്ങളിലൂടെ കീറിപ്പായുന്നത്.
തീർച്ചയായും ഈ റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരി യോഗ്യമാക്കുക എന്നുള്ളത് ഈ നാട്ടുകാരുടെ മാത്രം ആവശ്യമല്ല, ഇതിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ പൗരൻ്റെയും അവകാശം കൂടിയാണ്. സാധാരണക്കാരുടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ്. തീർച്ചയായും ഈ വിഷയത്തിൽ അടിയന്തര പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് അടിയന്തരമായി ഇത് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ ഇനി അടുത്തത് അങ്കമാലി PWD ഓഫീസിലേക്ക് ഇവിടുത്തെ ബഹുജനങ്ങൾ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ഉപരോധ സമരം ഉൾപ്പെടെ സംഘടിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുത്തെ കൗൺസിലർമാർ സഖാവ് വിനിതയും അതുപോലെ തന്നെ ലതിക രാജനും ഉൾപ്പെടെ CPMൻ്റെ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെ PWD ഓഫീസിൽ ഈ വിഷയം ധരിപ്പിച്ചതാണ്. ഇപ്പോൾ ശരിയാക്കാം എന്നുള്ള കുതിരവട്ടം പപ്പ് സിനിമയിൽ പറയുന്നത് പോലെ ഒരു ഡയലോഗല്ലാതെ എന്ന് ശരിയാക്കും എന്നതിനെ സംബന്ധിച്ച് യാതൊരു വിവരണവുമില്ല. ഞങ്ങൾ സമരത്തിൻ്റെ ഒരു പോസ്റ്റർ ഇന്ന് ഇറക്കി കഴിഞ്ഞപ്പോൾ ചില കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എട്ടുകാലി മമ്മൂജിനെ തുല്യമായിട്ടുള്ള രീതിയിൽ ഇന്ന് പോസ്റ്റർ ഇട്ടേക്കാണ് നാളെ ശരിയാക്കാൻ ഇത്ര നാളായി ഇന്ന് ശരിയാക്കാത്തത്. ജനകീയ സമരങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു വരുമ്പോൾ അസ്വസ്ഥരാകുന്ന കുറേ കോൺഗ്രസ്സുകാരും ഈ പ്രദേശത്തുണ്ട്. അങ്ങനെ ജനകീയ സമരങ്ങൾ ഉയർന്നു വരുമ്പോൾ അസ്വസ്ഥരാകേണ്ടതില്ല. ആളുകളെ ബഹുജനങ്ങൾ സംഘടിപ്പിച്ച് ഇത്തരത്തിലുള്ള സമരങ്ങളൊന്നും സംഘടിപ്പിക്കണം. അല്ലാതെ ആര് ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല CPM സമരം ചെയ്യുന്നത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ ഗവൺമെൻറ് ഭരണം നടത്തിയ സമയത്തും ഞങ്ങൾ ഇതുപോലെ റോഡിൻ്റെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി സമരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, പ്രശ്നം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തന്നെ അറിയാം. ഈ റോഡ് കാഞ്ഞൂര് ഭാഗത്തേക്ക് കുറവങ്കര വഴി കാഞ്ഞൂർക്ക് പോകുന്ന എളുപ്പ വഴിയാണത്. ഈ റോഡിൻ്റെ പല ഭാഗത്തും റോഡ് സഞ്ചാരയോഗ്യമല്ല. ഒപ്പം തന്നെ ഇവിടുന്ന് നായത്തോട് ഭാഗത്തേക്ക് പോകുമ്പോൾ റൈറ്റ് തിരിഞ്ഞാൽ പുതിയ മഹാകവി G റോഡുണ്ട്, പണ്ടത്തെ ചമ്മല റോഡ്. ആ റോഡിൻ്റെ ഈ അവസ്ഥ തന്നെയാണ്. ലക്ഷക്കണക്കിന് രൂപ നഗരസഭയും സംസ്ഥാന ഗവൺമെൻറ്റും മുടക്കി ആ റോഡ് പുതിയതായി ടാർ ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ അത് ജലവകുപ്പിൻ്റെ പൈപ്പിടാൻ വേണ്ടി കുത്തിപ്പൊളിച്ചേക്കാണ്. ആ റോഡിലൂടെ ഒരാൾക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയാണ്. ഈ റോഡിൽ തിരക്ക് വരുമ്പോൾ അങ്കമാലി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നായത്തോട് ജംഗ്ഷൻ ചെല്ലാതെ അങ്കമാലിക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എളുപ്പവഴിയാണ്. അതുപോലെ തന്നെ നായത്തോട് റോഡ് ബ്ലോക്കാകുമ്പോൾ അങ്കമാലിൽ വരുന്ന വാഹനങ്ങൾക്ക് എയർപോർട്ടിലേക്ക് പോകുന്നതിനും കാലടിക്ക് വരുന്നതിനും ഏറ്റവും പ്രയോജനപ്രദമായ റോഡാണ് മഹാകവി G റോഡ്. ആ റോഡും ഒരു കാര്യവുമില്ലാതെ കുത്തിപ്പൊളിച്ച് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കിയിട്ടിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. നഗരസഭയായി എഗ്രിമെൻ്റ് ഇല്ല, PWDയുമായി എഗ്രിമെൻ്റ് ഇല്ല, ആരുമായി എഗ്രിമെൻ്റ് ഇല്ല. അവിടെ വാട്ടർ അതോറിറ്റി ഒരാളും ചോദിക്കാനും പറയാനില്ലാത്ത അവസ്ഥയിലേക്ക് നഗരസഭയോട് പോലും ചോദിക്കാതെ കുത്തിപ്പൊളിച്ച് അവിടെ പൈപ്പിട്ടേക്കാണ്. ഇത് ആരോട് പറയും എന്നൊരു അവസ്ഥയാണ്. തന്നെയുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത, നായത്തോട് സ്കൂളിൻ്റെ മുൻവശത്ത് പൈപ്പ് പൊട്ടി പുതിയ ടാറിങ് നടന്ന പ്രദേശം, നായത്തോട് സ്കൂളിൻ്റെ വെയിറ്റ് ഷെഡിനോട് ചേർന്നുള്ള സ്ഥലത്ത് റോഡിൽ നിന്നും വെള്ളം ഇങ്ങനെ പതഞ്ഞ് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റിയുടെ മെയിൻ്റനൻസ് വിഭാഗം വിളിച്ചപ്പോൾ അവർ പറയുന്നത് നായത്തോട് വരെയുള്ള പൈപ്പുകളെല്ലാം മോശമാണ്, ആ പൈപ്പ് മാറ്റിയിട്ട് ആ റോഡ് ടാറിങ് ചെയ്യാൻ പാടുന്നായിരുന്നുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ ടാറിങ് കഴിഞ്ഞു. BMBC നിലവാരത്തിൽ LDF ഗവൺമെൻറ് സമയത്ത് കോടിക്കണക്കിന് രൂപ അനുവദിച്ചിട്ടുള്ള ഒരു വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. 3 കോടി രൂപ അനുവദിച്ച വർക്കാണ് നടക്കുന്നത്. ആ വർക്ക് കഴിയുമ്പോൾ വീണ്ടും ആ റോഡ് കുത്തിപ്പൊളിച്ച് പഴയ പൈപ്പുകളെല്ലാം പുനഃസ്ഥാപിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവിടെ ജലവകുപ്പും പൊതുമരാമത്തും തമ്മിലുള്ള ഏകോപനമില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അങ്ങനെ ഏകോപനം ഉണ്ടായിരുന്നെങ്കിൽ പ്രിയപ്പെട്ട സഖാവ് ലതിക രാജൻ കൗൺസിലായിട്ടുള്ള വാർഡിലെ G റോഡ്, മഹാകവി G റോഡിൽ ഇത്തരം തെമ്മാടിത്തരം ആരും നടത്തില്ലായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ മന്ത്രിമാരോ MLAമാരോ കൗൺസിലർമാരോ വീട്ടിൽ കൊണ്ടുവന്നല്ല, ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതിപ്പണമാണ് ഇതുപോലെ കൂർത്തടിച്ച് വകുപ്പുകളുടെ ഏകോപനമില്ലാത്തതിൻ്റെ ഭാഗമായി നശിപ്പിച്ച് കളയുന്നത്. തീർച്ചയായും ഇത് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ കൊണ്ട് മാത്രം അവസാനിക്കില്ല. ഈ റോഡ് ചെയ്താലും മറ്റ് 2 റോഡുകളും, ഇപ്പോൾ പ്രിയപ്പെട്ട സഖാവ് വിനിത ദിലീപ് കൗൺസിലായിട്ടുള്ള വാർഡാണ് ഇവിടുന്ന് കുറവങ്കര വഴി പോകുന്ന ഭാഗം. ആ റോഡിലും ഇത് തന്നെയാണ് അവസ്ഥ. റോഡ് കുത്തിപ്പൊളിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ ചെളിയും, വെയിലായാൽ പൊടിശല്യവും. കൊച്ചുമക്കൾക്ക് ഉൾപ്പെടെ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിൽ താമസിക്കുന്ന നിരവധി കൊച്ചുമക്കൾ ഉൾപ്പെടെ ഈ പൊടിശല്യം കാരണം ഹോസ്പിറ്റൽ ചികിത്സയിലാണ്. ഇവിടെ അപകടത്തിൽപ്പെട്ട നിരവധി ആളുകൾ ചികിത്സയിലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട്, അടിയന്തര പ്രാധാന്യം നൽകിക്കൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഈ വിഷയത്തിൽ ഇടപെട്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കണം എന്നാണ് പറയാനുള്ള ഇവിടെ പങ്കെടുത്ത. ഇന്ന് നമ്മൾ രാവിലെയാണ് സമരം തീരുമാനിക്കുന്നത്. ഇന്നലെ നമ്മൾ ഇവിടെ ഒരു പ്രതിഷേധ നേതൃത്വത്തിൽ കൗൺസിലർമാരും പൊതുപ്രവർത്തകരും വന്ന് നമ്മൾ ചില കാര്യങ്ങളുടെ